കർക്കിടക മാസം തീരാറായി. ഞാനൊരു കരിയപ്പല കുറുക്കാണ് ഇന്ന് ഇടാൻ പോണത്. കർക്കിടക മാസത്തിലെ നല്ലൊരു കുറുക്കാണ്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് പച്ചരി, നമുക്ക് ആവശ്യത്തിന് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് 2 വെള്ളം കഴുകിയതിന് ശേഷം നമുക്കതിനെ അടച്ച് ഒരു 5 മിനിറ്റ് കുതിരാനായിട്ട് വയ്ക്കാം. കുതിരാനായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ തന്നെ കരിയപ്പല മരമുണ്ട്. നമുക്ക് അങ്ങ് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി അതിലേക്ക് ആറ്റിൻ്റെ കരയിലാണ് എല്ലാം നിൽക്കുന്നത്. ബണ്ട് കെട്ടിയ കാരണം എല്ലാം മുറിച്ച് കളഞ്ഞു. കറിവേപ്പില ബാക്കിയായി. നമുക്ക് കറിവേപ്പില എടുക്കാം. ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഒടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ പുഴുവരയോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി വൃത്തിയാക്കി നമുക്കിത് നല്ലവണ്ണം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. ജീരക കരിവേപ്പില ചെറിയ ഇലയാണ് ഇതിനാവശ്യം. ജീരക കരിവേപ്പില എന്ന് വെച്ചാൽ വലിയ ഇലയും ഉണ്ട്, ചെറിയ ഇലയാണ്. ചെറിയ ഇലയാണ് ജീരക കരിവേപ്പില എന്ന് പറഞ്ഞാൽ, അതാണ് ഏറ്റവും ഉത്തമം. നമുക്ക് നല്ല വൃത്തിയാക്കി കഴുകി അതെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. കരിപ്പോട്ടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമുക്കടുത്ത് ജാറ് വെച്ചതിന് ശേഷം പച്ചരി, കുതിർത്ത് വെച്ച പച്ചരി അതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കതിൽ 2 പിടി കരിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചരിയിലോട്ട് ഇട്ടതിന് ശേഷം തേങ്ങായും ഇട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നല്ല അരച്ച് ആ പച്ച കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഒരു മണമാണ്, കരിവേപ്പിലയുടെ ഒരു മണമാണ് ഇതിലോട്ട് അടിക്കുന്നത്. നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച്, നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഇച്ചിരി പച്ചരി ആയതുകൊണ്ട് കുറുകി വേഗം വരും. അതുകൊണ്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കരിപ്പോട്ടി അതിലോട്ട് തട്ടിക്കൊടുക്കാം. കരിപ്പോട്ടി ഇട്ടതിന് ശേഷം നമുക്കിത് കൈയെടുക്കാതെ ഇളക്കണം. നമുക്കതൊന്ന് മിക്സാക്കിയതിന് ശേഷം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൈയെടുക്കാതെ ഇളക്കണം. നല്ലവണ്ണം ഇളക്കി ഇത് നല്ല പരുവത്തിന് കുറുവി വരുമ്പം നമുക്ക് വെള്ളം ആവശ്യമെന്ന് കണ്ടാൽ, ഇത് വേവത്തില്ല, വെള്ളം ആവശ്യമെന്ന് കണ്ടാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അടുത്ത് തന്നെ റെഡിയാക്കി വെച്ചേക്കണം. പോയി കട്ടി പിടിച്ചു പോയാൽ പിന്നെ അത് അരിയൂല. അങ്ങനെ വെള്ളം ഒഴിച്ച് കുറുവി വരുന്നുണ്ട്. നല്ലവണ്ണം കുറുവി ആ കരിപ്പോട്ടിയും ഇതും എല്ലാം കൂടെ നല്ല കുറുവി അതൊന്ന് തിളയ്ക്കണം. നല്ല ഒരു തിളയ്ക്കുമ്പോൾ നമുക്ക് കുമള പോലെ അതിനകത്തുനിന്ന് വരും. തിളച്ചതിന് ശേഷം നമ്മുടെ കരിവേപ്പില കുറുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ടൊരു പ്ലേറ്റിലോട്ട് ഇട്ടതിന് ശേഷം ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും നിസ്സാരമാണ്. ഇതെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം, അപ്പോഴേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഏറ്റവും നല്ല പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കും ഇത് ഏറ്റവും നല്ലതാണ്. ഇത് വിരയുടെ ശല്യമുള്ളവർക്കും എല്ലാം നല്ലതാണ് വയറ്റിന്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കർക്കിടക മാസത്തിലെ കരിവേപ്പില കുറുക്ക് റെഡി.